ആരെങ്കിലും വീഡിയോ ഡോർ ഫോണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്ക്രീനിൽ നിന്ന് തന്നെ ഈ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു IP വീഡിയോ ഡോർ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഈ IP വീഡിയോ ഡോർ ഫോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗസ്റ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ സെർവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കിയിട്ട് മാത്രം വീടിൻ്റെ ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മളൊരു ഏലിൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ ഡോർ ഫോണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഡിജിറ്റൽ ലോക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ലോക്കും ഈ IP വീഡിയോ ഡോർ ഫോണും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആരെങ്കിലും വീഡിയോ ഡോർ ഫോണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്ക്രീനിൽ നിന്ന് തന്നെ ഈ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വീട്ടിൽ സെർവൻസ് ക്ലീനിങ്ങിന് വരുമ്പം വീട്ടിൽ ആളില്ല എങ്കിൽ മൊബൈൽ ആപ്പ് വഴി തന്നെ ഈ ഡിജിറ്റൽ ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതാണ് ഈ ഡിജിറ്റൽ വീഡിയോ ഡോർ ഫോൺ വിത്ത് IP വീഡിയോ ഡോർ ഫോണിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം നമ്മൾ വളരെ മനോഹരമായൊരു ഡ്രോയിങ് ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടുത്തെ നമ്മൾ കയറി വരുന്നിടത്ത് നമ്മൾ ഒരു എനർജി സേവിങ് ആയിട്ടുള്ള സെൻസർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി സമയത്തൊക്കെ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഈ സെൻസർ ഉണ്ടെങ്കിൽ റൂമിനകത്ത് സ്വിച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളുടെ റൂമിൻ്റെ ഉള്ളിലുള്ള ലൈറ്റുകൾ നമുക്ക് ഏതൊക്കെ ഓൺ ആക്കണം എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോഗ്രാമബിൾ ആയിട്ടുള്ള സെൻസറാണ്. ഇതിന് നമുക്ക് എനർജി സേവിങ്ങിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഏതൊക്കെ ലൈറ്റുകൾ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാനും ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡ്രോയിങ് റൂമിലുള്ള ഓട്ടോമേഷൻ സ്വിച്ചിൻ്റെ അടുത്താണ്. സോ ഈ ഓട്ടോമേഷൻ സ്വിച്ചിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ സ്വിച്ചാണ്. ഓരോ ബട്ടൺസും എന്താണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഹാങ്ങിങ് ലൈറ്റ്സ്, ഡിമ്മബിൾ ലൈറ്റ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഡിമ്മബിൾ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂമിൻ്റെ ലൈറ്റിംഗ് ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡാലി ഉപയോഗിച്ചുള്ള ഡിമ്മിങ് ടെക്നോളജിയാണ്. ഡാലി ടെക്നോളജി നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ലൈറ്റിൻ്റെയും എന്താണ് ബ്രൈറ്റ്നസ് വേണ്ടത്, എന്താണ് അല്ലെങ്കിൽ ഡിം ലൈറ്റിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി വേണ്ടത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതിന് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ബട്ടൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ്സിൽ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമത്തിൽ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ മൈനസ് എംബ്ലത്തിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് എന്തുമാത്രം കുറയ്ക്കണോ നമുക്ക് ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നമുക്കിവിടെ കർട്ടൻസ് നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്രോയിങ് റൂമിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉള്ളൊരു ഡ്രോയിങ് റൂമാണ്. നമുക്ക് ആ ഡ്രോയിങ് റൂമിൻ്റെ ഒരു ആംബിയൻസ് നമുക്കൊരാൾ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഗസ്റ്റായിട്ട് വന്നു കഴിയുമ്പോഴോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതേപോലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ബാൽക്കണിയിൽ കൂടെ നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ ബ്യൂട്ടിയും ബാക്കി നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ റോഡിൽ കൂടെ പോണ വെഹിക്കിളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും.